വാട്സപ്പച്ചി, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുമ്പളങ്ങിയിലാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങളിന്നിവിടെ സ്റ്റേ ആണ്. ഇവിടെ ചുറ്റിനും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈവനിങ് ടൈം ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേ നോക്കി എന്ത് രസമാണ് കാണാൻ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുന്നു. വെയിലാണ്. അല്ല, മഴയാണേ ഫുൾ ടൈം മഴ. അപ്പം ഞങ്ങളിതേ ഇന്ന് കുമ്പളങ്ങിയിലെത്തി. ഇതാണ് കുമ്പളങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഇതെന്താ കായലല്ലേ? കായൽ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനം ഉണ്ട് കേട്ടോ. ജർമ്മൻ. ഹലോ. പേരെന്താ? ഹായ്. കാസി. ഒരാൾ സൈലന്റ് ആണ്, ഒരാള് വയലന്റ്, ഒരാൾ കൊള്ളാണ്ട. ഇവിടെ വന്നല്ല. ഹേയ്, തന്നെ തുറന്നിറങ്ങുന്നില്ലല്ലോ. അല്ല, ചിലത് കൈവച്ച് തന്നെ തുറക്കുമല്ലോ. അത് ചോദിച്ചു. ഹേയ്, ഇഷ്ടായോ? നോക്കി തക്കുമാമ. ഇഷ്ടായോ? അതെ, അങ്ങോട്ട് നോക്കി. അപ്പുറത്ത് താറാവ് ഫാമാണ്. പല അത് വേറെ ആളുടെ ആണോ അതോ ചേട്ടൻ്റെ ആണോ? താഴെ തന്നെയാണ് വീട്. താമസിക്കുന്നത്. ഓക്കെ. ഇത് മമ്മിയാ? നമസ്കാരം. വൈകിട്ടപ്പോ കൊതുകുണ്ടോ? അല്ല, ഇതായോണ്ട് പുറത്തൊക്കെ ഉണ്ട്. ഹേ 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 ഹേ. പതിവില്ലാതെ ഭയങ്കര വെയിലാണല്ലേ. പതിവില്ലാതെ ഭയങ്കര വെയിലാണ്. മഴ രാത്രി പെയ്യായിരിക്കുമല്ലേ. തക്കുലുടോ റൂം തുറന്നിട്ടേക്കാം. ഹായ്. ലൈറ്റ്. ഈ അരയന്നത്തെ എങ്ങനെ ഉണ്ടാക്കണേ? അപ്പുറത്തെയും സെയിം തന്നെയാണ്. ഇവിടെ ഏതാ ഈ വീട് പണിതേക്കണത് അടിപൊളിയാണല്ലേ. കൊള്ളല്ലേ തക്കു? നല്ല രസമുണ്ട്. ബാൽക്കണി കിഡ്സ് സെറ്റായിട്ട്. ഇഷ്ടായടാ പൊന്നെ? എനിക്ക് ഇഷ്ടായിട്ടാ.
അങ്ങനെ ഞങ്ങൾക്ക് വൈനൊക്കെ കിട്ടി. വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക് വൈനായിരുന്നു. ആ ഇവിടെ ഹോം മെയ്ഡാണ്. കാരണം ഇവിടെ താഴെ തന്നെയാണ് ഇവിടെ ഒരു അമ്മയും അച്ഛനും ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ്. അപ്പോൾ ഹോംലി ഫുഡും വൈനും ഒക്കെ എല്ലാം ഹോംലിയാണ്. അയ്യോ കുച്ചാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ? എന്ത് കണ്ടാലും കളറുള്ള എന്ത് കണ്ടാലും ചാടി വീഴും. ഇവിടെ തന്നെ സ്നാക്സ് ആൻഡ് ടീ. 4 മണിക്കത്തെ സ്നാക്സ് ഒക്കെ എത്തി. പരിപ്പുവടയും പഴംപൊരിയും. ചായ ചായ. പക്ഷേ ഞാനിപ്പോൾ വൈൻ കുടിച്ചുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റുമോ? വൈൻ കുടിച്ചിട്ട് ചായ കുടിക്കാമോ? ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ച്. പരിപ്പുവട കഴിക്കാല്ലേ? ചൂട് പരിപ്പുവട. ഇവിടെ താഴെ ഒരു ആൻറ്റി ഉണ്ട്. പിന്നെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. ഹോംലി ഫുഡാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ വൈൻ, ചായ, സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇനിയും നൈറ്റ് ഫുഡും ഇവിടെ തന്നെ ഉണ്ട്. നാളെ മോർണിംഗും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും കുമ്പളങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കുമ്പളങ്ങിയിൽ നമ്മൾ കാണാത്ത ചെറിയ ചെറിയ സ്പോട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. കാരണം ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. കവർ മാത്രമല്ല, കവർ കാണാൻ ഇവിടെ നല്ല തിരക്കായിരിക്കും ചില സമയത്ത്. അത് മാത്രമല്ല കേട്ടോ, ചെറിയ ചെറിയ സ്പോട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കും ഇവിടെ ട്രൈ ഔട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ഇവിടെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് ഓരോരോ വിശേഷങ്ങളായിട്ട് പതിയെ കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ആയിട്ട് കുറേ താറാവൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് കുറേ ഫ്ലാറ്റ്, വീട്, പാലം. ആ പാലം ഏതാ? തോപ്പുംപടി പാലമാണോ? അതൊന്നും അറിയില്ല. വിചാരിക്കണു തോപ്പുംപടി പാലമാണ്. പിന്നെ ഇവിടെ എനിക്ക് കണ്ടപ്പോൾ എൻ്റെ വീട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. പിന്നെ അങ്കിൾ ഇരുന്ന് പിന്നെ എന്താ പറയുന്നത്, അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛനും ഇതുപോലെ ഈ ഒരു ടൈം, ഈവനിങ് ടൈം ഇവിടെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ വീടും പിന്നെ പട്ടിക്കുട്ടി അവരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വാവേനെയും മിസ് ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു രസമുണ്ട്. എൻ്റെ വീട്ടിൽ പോയൊരു ഫീൽ അല്ലേ? വിശാഖിന് അത് കിട്ടൂല. കാരണം അവരിവിടെ വളർന്നുകൊണ്ട് ഈ വീട്ടിൽ ഹോംലി ഫീലിൽ അവർക്ക് കിട്ടൂല കേട്ടോ. പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പട്ടിക്കിളിയൊക്കെ ഉണ്ട്. പട്ടിക്കിളി എടുക്കാണോ? ഇവർ ഭയങ്കര പാവങ്ങളാണ് കേട്ടോ. ഒരാൾ ഭയങ്കര, രണ്ടുപേരും ഇപ്പം നല്ല സൈലൻ്റായി. ഹലോ, കയറി പിടിക്കുവോ? സുഖാണോ? സുഖാണോ? അയ്യടാ, കടിക്കുവോ? തൊട്ടാ കടിക്കുവോ? ഇല്ലേ? എനിക്കറിയില്ല. എൻ്റെ മാമൻ്റെ നീ തൊട്ടാ കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ പോവൂലേ? ഹലോ, എങ്ങനെയുണ്ട് ഇതൊക്കെ? അങ്ങനെ നല്ല രസമുണ്ടല്ലേ കൃഷിക്ക്. ഇത്രയും നേരം കണ്ടപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് എന്ത് പറ്റി? എന്താണ് നിന്റെ പേര്? കിസി. നിന്റെ പേരെന്തായിരുന്നു? മറന്നു കേടാ. ജാക്കിയ. നല്ല പേര് ജാക്കിയ. ഇങ്ങനെ വെച്ച ഗുണമാണോ? ഇതിങ്ങനെ ചെടി നട്ടാലേ ഗുണമാണോ ഇതിലിങ്ങനെ ആക്കി നടുമ്പോ? ഓ അതുകൊണ്ടാണല്ലേ ഇങ്ങനെ. ഇതൊക്കെ അങ്കിള് തന്നെയാണോ നോക്കി? എല്ലാം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. എല്ലാം ഉണ്ടല്ലോ. പ്ലാവ്, മാവ്, ജാതിയാണോ? ഇതെന്ത് അങ്കിളെ? ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇവിടെ വൈകിട്ട് ഇവിടെ ദികണ്ട ഉപ്പുള്ള എടുത്ത് ഹലോ പോയാ
നീ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് ലവ് ബേർഡ്സ്. ആ തക്കടും ആദ്യമായിട്ട് കാണുകയാണ് ഈ കിളീനെ അല്ലേ? ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതൊന്നും ആണും ഒരെണ്ണം പെണ്ണും ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. ലവ് ബേർഡ്സ് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അതെ അതെ. പെണ്ണും പെണ്ണും വരുമോ? ഡിങ്കിരി 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 ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ, കടിച്ചു കൈ. ഇതുവഴി എല്ലായിടത്തും പോകുമ്പോഴും കയാക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഈ വഞ്ചിയിൽ ഇതുവരെ കയറിയിട്ടില്ല. തോണിയിൽ നമ്മൾ ഒരു വട്ടം കയറിയായിരുന്നു. സൂക്ഷിച്ചു പോട്ടോ. ആ സൂക്ഷിച്ചു. ഒരു വട്ടം കയറിയായിരുന്നു. ഇല്ല, ബോട്ടിലാണ് കയറിയത്. തോണിയിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. എന്നെ തിന്നാൻ കൊടുക്കണം. ഈ വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ല കേട്ടോ. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ വഞ്ചിയിൽ കയറാൻ സേഫാണ്, കുഞ്ഞിനെയൊക്കെ കൊണ്ട് കയറാൻ സേഫാണ്. വീണാലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, മുങ്ങിപ്പോവില്ല. ഞങ്ങൾ നോക്കട്ടെ, നീ ഒന്ന് പോയിട്ടോ. വേണ്ട വേണ്ട പോയിട്ട് പാടി. വേണ്ട, എന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഏതെങ്കിലും കൊന്നാ ഞാൻ ജയിലിൽ പോകുന്നു. അത് കൊന്നാ ജയിലിൽ പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മരണങ്ങളാകുമ്പോൾ പ്രശ്നമില്ല. വല്ല ഇടിവെട്ടിയ തലയിൽ തേങ്ങ അങ്ങനെ എന്തെങ്കിലും. ഇത് കാടാ, ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടാവും, പാമ്പൊക്കെ ഉണ്ടാവും. വേണ്ട, കൊച്ചിനെ കാണുന്നിട്ട് നീ ഒന്ന് നോക്കിയിട്ട് വേണ്ട, ഒട്ടും ആഗ്രഹം. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എവിടെ? എവിടെ? ഞാൻ നോക്കിയിട്ട് വരാം. അതാണ് സേഫ്. അത് പോയിട്ട് ഞങ്ങൾ കുമ്പളങ്ങി എത്തിയേ. ജിങ്ക് ജിക്ക, ഹേ ജിങ്ക് ജിക്ക, ജിങ്ക് ജിക്ക, ജിങ്ക് ജിക്ക. വേണമെങ്കിലോ? ജിങ്ക് ജിക്ക. വേണമെങ്കിലോ? സേഫാണോ? എനിക്കറിയില്ല. ഇവിടെ ഒരു മണം ഉണ്ടല്ലോ. എന്നാ വേണ്ട. ആന്ന് കുഞ്ഞിന് ഈ മണം ഇച്ചി 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 ജോഞ്ചു ഇച്ചി. ബാ, കക്കയുടെ മണം. കക്കറച്ചിട. ചെമ്മീൻ കിട്ടും. അങ്ങനെ കുമ്പളങ്ങി 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 എത്തിയിടും. കുമ്പളങ്ങി നമ്മൾ കവര് കാണാൻ വന്നിട്ടുണ്ടല്ലേ? പക്ഷെ ഇതുവരെ കവര് കണ്ടിട്ടില്ല. അതാണ് രസം. എവിടെ ഇറങ്ങിയാലും ഇത് തന്നെ കവര് കാണാമെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള എല്ലാവരും കൂടി ഒരു ദിവസം കുമ്പളങ്ങിയിൽ വന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയി കാണും. അപ്പോഴാണ് കവറുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പടിച്ച് വന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് കവര് കണ്ടു. അതും ചിക്കൻ ഫ്രൈ മേടിക്കാൻ പോയ ജോസിനെ കാണാമല്ലോ. ഇപ്പോൾ കിട്ടിയില്ലേ? ഈ തുഴയണ സാധനം എടുക്കാൻ പോയതാണ്. കിട്ടിയില്ല. പങ്കായി പോരും. ഓ, അതിന് പങ്കായെന്നാ പറയുന്നല്ലേ? ഞാൻ മറ്റേ തുഴയണ എന്ത് സാധനം അതിപ്പം വരും കേട്ടോ. എന്നിട്ട് നമുക്ക് തുഴഞ്ഞ് 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 ജിങ്ക് ചിക്കാൻ ജിങ്ക് ചിക്കാൻ ജിങ്ക് ചിക്കാൻ ജിങ്ക് ചിക്കാൻ. വൈബ് ഇപ്പോഴാ വൈബ് വന്നേന്ന്. ഒന്നും ഒരു രക്ഷയില്ല. ഇന്ന് ജിങ്കിന് ആ പട്ടികളെ കണ്ട് പേടിച്ചു എന്ന് തോന്നുന്നു. ഈ പേടിച്ചു. നമ്മുടെ വീട്ടിൽ വാവില്ല, പിന്നെ നമ്മളിങ്ങനെ പേടിച്ചു. എന്നെ അടിക്കണോ ഇടിച്ചണോ? പങ്കായം എത്തിയിട്ടാ. അങ്ങനെ നമ്മൾ പങ്കായം കൊണ്ട് വള്ളത്തിൽ തുഴയാൻ പോവാണ് ഗൈസ്. ബാ, ഇതുവഴി വഴിയുണ്ട്. അങ്ങനെ ഹായ്, ഒരു കാര്യം കണ്ടോ നീ? കേട്ടോ, നീ സൂക്ഷിച്ച് പിടിച്ചിരുന്നു കേട്ടാ. ഞാനൊരു കാര്യം കാണിച്ചു തരാം.
ഞാൻ ഇങ്ങനെ ഒരു വാഴക്കൊല ആദ്യമായിട്ട് കാണുന്നു. നോക്ക്, കണ്ട വാഴ മണ്ടേന്ന് പോയിട്ടും അതിന്റെ ഇതിൽ വാഴക്കൊല പിന്നെ എങ്ങനെ വലക്കണേ? അങ്ങനെ തന്നെ വലച്ചു. ഓണാന്ന് പിന്നെ വെട്ടി ഒട്ടിക്ക്. ഇതെന്താണ് ചോദിക്കാം നമുക്ക്? ഇങ്ങനെ തന്നെ കൊലച്ചത് അത്ഭുതകരമായിട്ടൊരു വാഴ കൊലച്ചിരിക്കുന്നു. ആടാ, ആ അത് ഭയങ്കര രസമുണ്ടല്ലേ. സാധാരണ മണ്ട ഒടിഞ്ഞു കഴിഞ്ഞാൽ വാഴ കിളിക്കൂലല്ലോ. ഇതൊക്കെ കുഴപ്പമില്ലല്ലോ, കറക്റ്റ് കൊലച്ചല്ലോ. ഇത് വെറൈറ്റി കൊലയാ. ഇത് താഴെ നിന്നാലും മണ്ട വരെ വന്നിട്ടല്ലേ വാഴ കൊലക്കുള്ളൂ. ഇതെങ്ങനെയാ കൊലച്ചത്? ഇതെങ്ങനെ കൊലച്ചങ്ങള്? എന്നാലും അത് കൊള്ളാലോ. ഇങ്ങനൊരു കൊല ആദ്യമായിട്ട്. ഓ അതെ, ആ വഞ്ചി വന്നിരിക്കും. അയ്യോ, വഞ്ചി കയറണമെങ്കിൽ എങ്ങനെയാ? ഇത് പിടിക്കൂ. അവിടെ നിന്നാണോ കയറണ്ടേ? വഞ്ചി കയറാൻ അറിയോ നിനക്ക്? ഇവനെ ഞാൻ പിടിച്ചോളാം, നീ ഒന്ന് ആ സമയത്ത് ഇതൊന്ന് പിടിച്ചാൽ മതി. ഇനി കുറച്ചേരം നീ എടുത്തു. വഞ്ചി ആയതുകൊണ്ട് എനിക്ക് അത്ര ധൈര്യമില്ല. അങ്ങോട്ട് വരണോ? ആ ഹേ ഗൈസ്, ഞങ്ങൾ വഞ്ചി കയറാൻ പോവാ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ വഞ്ചി വഞ്ചി ജുങ്കു നോക്കിക്കോണേ, തെന്നാതെ. എന്നിട്ട് അപ്പുറത്തൂടെ വഴിയുണ്ടായിരുന്നടാ. നോക്കിപ്പോ, പറ്റൂലെങ്കിൽ ഞാൻ എടുക്കാം. അങ്ങനെ ഞാനും തക്കടും കൂടി ആദ്യമായിട്ട് വഞ്ചി കയറാൻ പോവാ. ഞാനും കയറിയിട്ടില്ല, തക്കടും കയറിയിട്ടില്ല. ഇത് എന്തിനു കൊണ്ടുപോകുന്ന ശരിക്കും വഞ്ചി? ഇത് ഇടക്ക് ഇവിടെ നമ്മുടെ ചെളിയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചെമ്മീൻ കെട്ടുന്നു അത്. ഇത് തന്നെയാണ് ചെമ്മീൻ കെട്ട്. ഓ, ഇത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ചെമ്മീനുണ്ടോ? ഇതിൻ്റെ അകത്ത് മീൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. മറ്റേ കെട്ടി വെക്കൂലേ? അതാ ഞാൻ ചോദിച്ചേ. എങ്ങനെ? ഇല്ല, ചെമ്മീൻ കെട്ട് മറ്റേ വലയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ ഇല്ലെന്നോ? അങ്ങനത്തെ ഒരു സാധനമുണ്ട്, സംഭവം. ആ, എന്തൊക്കെയുണ്ട് ഇവിടെ? താറാവ്. ഓ, അതും ചേട്ടനാണല്ലേ? ചീനവല. ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ തന്നെയാണോ? ഇല്ല, ചേട്ടൻ വേറെ സ്ഥലത്താണ്. എല്ലാവർക്കും വരും. നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ 2 പേര്. നീ എവിടെ ഇരിക്കണം? നടുക്ക്. അല്ലേ വേണ്ട, എവിടെ ഇരുന്നോളാം. അവിടെ ഇരുന്നു, നടുക്കിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് നടുക്കിരുന്നു. അങ്ങനെ വള്ളത്തിലും കേറി പിടിച്ചോ. അവിടെ ഇരുന്ന് നടുക്ക്. ആണോ? പുള്ളിയൊന്ന് കുഴപ്പമുണ്ടോ? ആ, കുഴപ്പമില്ല. നീ എവിടെ ഇരുന്നു? ഇതൊന്നും പിടിച്ചു തരട്ടോ. ഞാൻ വീണാലും അത് വീഴ. ഇതെങ്ങനെ കേറുന്നേ? അങ്ങോട്ട് കാല് വെച്ചാൽ മതി. ചാടിക്കോ? അനങ്ങൂലേ? ഞാൻ വിചാരിച്ചു ഞാൻ ഇരിക്കുമ്പോ
അമ്മച്ചി തവള ചാടുന്ന പോലെ ഇല്ല. ഇവിടെ ഇരിക്കാവോ? അവിടെ തുഴയാനാണ്, തുഴയാൻ സ്ഥലം കൂടി. ഞാൻ അങ്ങോട്ട് വെക്കണം, കുഴപ്പമില്ല. എവിടേക്കാണ് ഇവിടെ ഇരുന്നത്? എവിടെ എന്നാ ഇവിടെ ഇരുന്നോളാം. എന്തെങ്കിലും തീരുമാനിക്കാം എന്തായാലും. ആ ഓക്കെ സെറ്റ്. ഓക്കെ കൊച്ചിന് വേണം. വേണ്ട പിടിച്ചോ. അങ്ങനെ ഞാനും തോണിയിൽ കയറി. തോണി വഞ്ചി എങ്ങനെയുണ്ട് തക്ക്? രസമുണ്ട്. വഞ്ചി രസമുണ്ട്. കൊള്ളാല. നീ എന്താണ് തവള ഇരിക്കണ പോലെ ഇരിക്കണേ? തവള തേര ബാപ്പ്. എങ്ങനെയുണ്ടോ നിന്റെ സൈസിന്? ഇത് കപ്പല. രസമുണ്ടോ? രസമുണ്ടോ? ഉണ്ടോ? ചേട്ടന് ടാറ്റ കൊടു. ടാറ്റ പോയിട്ട് വരാം. ഇതിങ്ങനെ തള്ളി രസമുണ്ടല്ലോ. കപ്പലിൻ്റെ പാട്ടൊന്നും ഓർമ്മയില്ല. ദീപ്തൊഴിയാണ്. പേരെന്തായിരുന്നു? അവനീഷ്. അവനീഷ് ചേട്ടൻ തുഴയുന്നു. നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതെ അതെ. നല്ല രസോട്ടാ. എന്ത്? അല്ല, നല്ല സീനറി. ആ അത് ശരി. ഈ സമയത്ത് ഈ സമയത്തൊക്കെ നല്ല. നമ്മൾ താമസിക്കുന്ന വീട് അതാണ് അതാണ്. ദൂരേന്നേ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അവൻ്റെ വള്ളത്തിലിരിക്കും. കുക്കു കുകു ജുജു 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 ടക്കുടുവാവി. ഓ കൊള്ളാം. ഇപ്പൊ സമയം എത്ര മണിയായി? സമയം 7 മണിയായി. 7 മണി സമയത്തൊക്കെ തുഴയാൻ നല്ല രസമുണ്ട്. തുഴഞ്ഞില്ലേ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. മഴയത്ത് നല്ല രസമായിരിക്കും അല്ലേ? ഇതിൻ്റെ അകത്ത് മീനുണ്ടോ? പൊങ്ങിച്ചാടുന്ന ചെമ്മീൻ പൊങ്ങിച്ചാടുവോ? കൊള്ളാല്ല, രസമുണ്ട്. ചെമ്മു 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 മേൻ. നിങ്ങക്ക് ഇന്നും ഫുൾ ടൈം വൈബാണല്ലേ ഇവിടെ? ഒരാള് സൈലന്റ് അല്ലേ ഫുൾ ടൈം? ആണോ? പക്ഷെ ഒരാളെ കുറയ്ക്കണുള്ളൂ. കടിക്കോ? കൈ തൊട്ടാ കടിക്കില്ല. ചിലപ്പോൾ ലൈറ്റ് അടിക്കും. വീട്ടിൽ കയറി തന്നോ? ഹായ്. ഈ ഫുഡ് വേണമല്ലോ, ഫുഡ് വേണമല്ലോ. നല്ല ഹോംലി ഫുഡാണ് കേട്ടോ. പ്രിപ്പയർ ചെയ്തത് നിങ്ങളാണ്. അതെ. പേരെന്താ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അതെ, അടുത്ത് തന്നെയാണ് താമസം. ഇതെന്തൊക്കെയാ?
ഇതിപ്പോൾ വിഷ്ണുർവാല ഉണ്ട്, പാൽക്കപ്പ ഉണ്ട്, ഓ കരിമീൻ പൊള്ളിച്ചത്. ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. എന്ത് ഷെഫ് ആളാണോ? ഷെഫ്. ആ അത് കൂടുതൽ ടേസ്റ്റ് ആണ്. അതെ. ഞാനൊരു ഷെഫാണ്, ഞാൻ മാരീഡിലേക്ക്. കഴിച്ചോ കഴിച്ചോ. ആ ഷുവർ ഷുവർ. ഓക്കെ താങ്ക് യു. ഫിഷ് നിർവാണ, പാൽക്കപ്പ, ഫിഷ് പൊള്ളിച്ചത്. ഓക്കെ. പിന്നെ അപ്പം ഉണ്ട്. ഇത് നല്ല നമുക്ക് എന്നാ തിന്നാം, വീട്ടിൽ കഴിക്കുന്ന പോലെ കഴിക്കാം. ഇനി ഇതൊക്കെ കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് എന്തായാലും അടിപൊളിയായിരിക്കും, കാരണം പുള്ളി ഷെഫാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും. കണ്ടിട്ട് തന്നെ അല്ലേ, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കപ്പ, അതെനിക്കിവിടെ കിട്ടി. മറന്നു പോയതായിരിക്കും. ഓ കളർഫുൾ. മുള്ളുണ്ട്. അങ്ങനെയൊക്കെ കഴിച്ചിട്ട് മുള്ളു തൊണ്ടേ കുടുങ്ങിയാൽ ചത്തു. അടിപൊളി കേട്ടാ, കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനം. ഇത് കൊള്ളാം കേട്ടാ, മീൻ പൊള്ളിച്ച അടിപൊളിയാണ്. കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ നൈസായിരിക്കും. ഓക്കെ സെറ്റ്. ശരി. ഓക്കെ താങ്ക്സ്. കൊള്ളാട്ടോ, നല്ല അടിപൊളി സാധനം. രണ്ടും കരിമീനോ? രണ്ട് കരിമീനാണോ? പക്ഷെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഹായ്, അപ്പോൾ ഞങ്ങളുടെ അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ടാണ്. ഞങ്ങൾ 1 ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പക്ഷേ 1 ഡേ ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു, അടിച്ചു പൊളിച്ചു. നല്ലൊരു പീസാണ് ഇവിടെ ഇരിക്കാനും. കാരണം ഇവിടെ ചുറ്റിനും നോക്കുമ്പോൾ ഫുള്ള് കായലും നമുക്ക് നോക്കുന്നിടത്തെല്ലാം വെള്ളവും, അങ്ങനത്തെ ഒരു നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല എന്താ സമാധാനപരമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം. പിന്നെ കവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുമ്പളങ്ങി വരുന്നവർക്ക് എല്ലാം ഇവിടെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ ഫുഡാണെങ്കിലും ഇവിടെ തന്നെയുണ്ട് ഫുഡ്, അതിനൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ താഴെ നല്ലൊരു ഫാമിലി ഉണ്ട്, അവിടെ ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡാണ് നമുക്ക് തരുന്നത്. അപ്പം എല്ലാം കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞാനും തക്കുടും ആദ്യമായിട്ട് ഞങ്ങൾ തോണിയിലൊക്കെ കയറി, അതും നൈറ്റായിരുന്നു, ഈവനിങ് ആയിരുന്നു കയറിയത്, അതും അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ചു ഇല്ലേ തക്കുടു? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ പോവാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.